സുഖാണോ മക്കളെ? കിഡു മാത്സിലേക്ക് സ്വാഗതം. നിങ്ങൾ പറയുന്ന നല്ല കമൻസിനൊക്കെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡെസിമൽ ഫോംസിൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് വരാണ്. പേജ് 31 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 and 4. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പാഠം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ പാഠമായിട്ട് കാണാം. അതിന് മുമ്പ് ഈ പ്രോബ്ലംസ് ചെയ്യണ്ടേ? അപ്പോൾ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇന്നലത്തെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കണം, കമൻറ്റ് ബോക്സ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരും ഇതൊരു സംശയം ഒന്നും ചോദിച്ചാൽ ഞാൻ കണ്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? തേർഡ് ക്വസ്റ്റ്യന് 3 പാർട്ടാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/11. അപ്പോൾ ഇതുപോലത്തെ എത്ര എണ്ണം നമ്മൾ ചെയ്തേക്കുന്നു അല്ലെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ. പക്ഷെ ഇതിനെന്താ വ്യത്യാസം? ഇതെന്താ അവിടെ ഒന്നും ചോദിക്കാതെ ഇവിടെ കൊണ്ടുവന്ന് അവർ ചോദിച്ചേക്കുന്നേ? നോക്കാം നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/11. അപ്പോൾ സാധാരണ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചാടി ആക്രമിക്കും. എന്ത് ചെയ്തിട്ടാണ് ആക്രമിക്കുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 10 കൊണ്ട് നമ്മൾ ഇതിനെ അതുപോലെ തന്നെ 1/11 എന്ന് എടുത്ത് എഴുതി അതിനെന്ത് ചെയ്യും? 1/11 × 10 × 1/10. ഇതുവരെ നമ്മൾ മറ്റേ കണക്കുകളെല്ലാം ചെയ്ത പോലെ തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തോ, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 10/11 എന്ന് വന്നു. × 1/10 അവിടെ തന്നെ ഉണ്ട്. അയ്യോ, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? എന്താ പ്രശ്നം? നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഫ്രാക്ഷൻ എന്ത് ഫ്രാക്ഷൻ ആയിരുന്നു? നമുക്ക് എപ്പോഴും ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് കിട്ടിയിരുന്നത്. കാരണം അതിനെയാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യാറ്? മിക്സഡ് ഫ്രാക്ഷൻ ആക്കാറ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ പ്രോപ്പർ ഫ്രാക്ഷൻ? എന്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? ചിലരുടെ മനസ്സിലേക്ക് ഇങ്ങനെ പല പല ചിന്തകൾ പോയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഫ്രാക്ഷൻ 3 തരം എന്ന് പറയാം അല്ലേ? ഫ്രാക്ഷന് നമുക്ക് 3 കാറ്റഗറി ഉണ്ടെന്ന് പറയാം. ആരൊക്കെയാണ്? പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്. അങ്ങനെ 3 കാറ്റഗറി ഉണ്ട് ഫ്രാക്ഷൻസിന് എന്ന് പറയാം. അല്ലെങ്കിൽ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാന്ന് വെക്കാം. ആരാണ് ഈ പ്രോപ്പർ ഫ്രാക്ഷൻ? നമുക്കറിയാലോ ഒരു ഫ്രാക്ഷന്റെ സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ള രീതിയിൽ വരുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് ഇവിടെ പറയാം. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ് ഒരു ഫ്രാക്ഷൻ. അങ്ങനെ വന്നാലല്ലേ ഫ്രാക്ഷൻ ആണെന്ന് പറയുള്ളൂ. മുകളിൽ ന്യൂമറേറ്റർ ഉണ്ടാവണം, താഴെ ഡിനോമിനേറ്റർ ഉണ്ടാവണം. അതിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ നിങ്ങൾ പ്രത്യേകത കാണുന്നത് എന്താ പ്രത്യേകത? ഡിനോമിനേറ്റർ വലുത്, ന്യൂമറേറ്റർ ചെറുത്. അതായത് ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ എന്ന് വന്നാൽ അതെന്ത് ഫ്രാക്ഷൻ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചെയ്ത കണക്കിൽ എങ്ങനെയാ വന്നത്? ആരായിരുന്നു വലുത്? നമ്മുടെ മോളിൽ കിടന്ന 100/9 ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടിയത്. അതായത് ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. അപ്പോൾ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ എന്നാണെങ്കിൽ അതെന്ത് ഫ്രാക്ഷനായി? ഇംപ്രോപ്പർ ഫ്രാക്ഷനായി. ഇനി അങ്ങനെ വരുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ആരാക്കുക? മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരാളാണെന്ന് വേണേൽ പറയാം. ആര്? മിക്സഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ പ്രോപ്പർ ഫ്രാക്ഷൻ വേറിട്ട് നിൽക്കണം. ഇംപ്രോപ്പർ ഫ്രാക്ഷനും മിക്സഡ് ഫ്രാക്ഷനും ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞത്. ഇപ്പം എന്താ പ്രശ്നം എന്ന്? നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നു വേണ്ടേ, പക്ഷെ ഇവിടെ എന്താ കിട്ടിയേ? പ്രോപ്പർ ഫ്രാക്ഷൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്താണോ സൂത്രം പറഞ്ഞില്ലാത്തത്? നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 10 ആയിട്ടുള്ള കച്ചവടം ഇല്ല. എന്താ 10 ആയിട്ടുള്ള കച്ചവടം ഇല്ലാത്ത? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റണില്ല. മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സ്റ്റെപ്പ് വേണ്ടാന്ന് വെച്ചു. ഏത് സ്റ്റെപ്പ്? 10 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. ഇനി ആരും കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മുടെ കണക്ക് തുടങ്ങുന്നത്? ഇത്ര നാൾ നമ്മൾ ചെയ്തിരുന്ന സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്നാണ് ഈ കണക്ക് തുടങ്ങുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? 100 വെച്ച് നമ്മൾ ചെയ്യും അല്ലേ? നമ്മുടെ അടുത്താണോ കളി? അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നടക്കണില്ല. അതുകൊണ്ട് നമ്മൾ 100 തുടങ്ങാണ്. അപ്പോൾ എന്തോന്നു? 1/11 × 100 × 1/100 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരെ തമ്മിൽ ചെയ്യും? 100/11 × 1/100. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ 1/11 ഉത്തരം കണ്ടുപിടിച്ച് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് തെറ്റിയോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ എളുപ്പമുണ്ട്. ഞാനന്ന് പറഞ്ഞിരുന്നു 1/11 ആൻസർ എന്താ വരാൻ പോണേന്ന്. നേരത്തെ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. എന്താണ് 1/11 ആൻസർ? 1നെ 11 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇടും. പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു 0 ഫ്രീ ആയിട്ട് കിട്ടും. അതിനെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും.
അപ്പോൾ 0 ഇട്ടതുകൊണ്ട് പറ്റുമല്ലോ, സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അപ്പോഴും 10 11 കഴിഞ്ഞ് ചെറിയ സംഖ്യ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ 0 വെറുതെ കിട്ടുമോ? വെറുതെ കിട്ടില്ല. അതിന് നമ്മൾ കാശടക്കണം. ഇവിടെ 0 ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തോന്നു? 100/11. 100 ചെയ്യാം അല്ലേ? എത്ര ടൈംസാ? 9 ടൈംസ്. അപ്പോൾ എന്ത് വന്നു? 99. ബാലൻസ് എന്ത് വന്നു? 1 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് ഫ്രീ ആയിട്ടൊരു 0 ഇട്ട് കൊടുക്കാൻ പറ്റും. അയ്യോ, എന്നിട്ടും ഒന്നും നടന്നില്ല. അപ്പം ഇനി ഒരു 0 കൊടുക്കണം. ആ 0ക്ക് നമ്മൾ കാശ് കൊടുക്കണം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് വേണം ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? വീണ്ടും ഇത് വന്നു. അപ്പോൾ എന്ത് വന്നു? 9 ടൈംസ് അഗെയിൻ 99, ബാലൻസ് 1. ഇപ്പം നമുക്ക് ഏകദേശം പിടിയിട്ടില്ലേ? ഇതെങ്ങനെ പോകും? ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എന്താണ് 1/11 ഉത്തരം വരാൻ പോണത്? 1/11 = 0.090909 എക്സിട്ര. ഓക്കെ, ഇത് നമുക്ക് വെറുതെ കണ്ടുപിടിച്ച് വെക്കാം ഒരാശ്വാസത്തിന്. എന്നിട്ട് നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം. ഇപ്പം എന്ത് വന്നു? 100/11 എന്ന് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാണ് 100/11 എന്താണ് വരാൻ പോണേ. മിക്സഡ് ഫ്രാക്ഷൻ ആക്കണ്ടേ? അപ്പം 100/11 എന്ന് ചെയ്യാൻ പോവാണ്. 9 ടൈംസ് 99, ബാലൻസ് 1. ഇത് നമുക്ക് മനക്കണക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രമിച്ച് നോക്കൂ. അപ്പം എന്ത് വന്നു? മിക്സഡ് ആക്കി എഴുതുമ്പോൾ 9 + 1/11 × 1/100 that is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം 9/100 + 1/1100 അതായത് 1100 that is equal to, ഇതിൽ നമുക്കറിയാം 1100ന്റെ ഒരു കഷ്ണം നമ്മളങ്ങനെ വളരെ ചെറുതായതുകൊണ്ട് അതിനെ നെഗ്ലക്ട് ചെയ്യാൻ എന്ത് എഴുതും? 1/11 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആരാണ്? 9/100. 9/100 എന്ന് വെച്ചാൽ എന്താ? 0.09. അവിടെ 2 0 ഉള്ളത് കൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി 2 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഇടണ്ടേ? അപ്പോൾ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ 0 വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 0.09 എന്ന് കിട്ടി. എന്താണ് ഇവിടെ എഴുതാം? സിൻസ് 1/1100 ഈസ് വെരി സ്മോൾ. ഇനി നമ്മൾ 0 കഴിഞ്ഞു. നമുക്കൊരു 3 പേരെങ്കിലും വെച്ച് ചെയ്യണം. സാധാരണ നമ്മൾ 10 വെച്ച് തുടങ്ങുകയാണെങ്കിൽ 10 100,000 വെച്ചാൽ ചെയ്യാറ്. ഇവിടെ പക്ഷെ നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യണേ? 100ൽ തുടങ്ങിയേക്കണം. അപ്പം ഇനി ആരെ കൂടെയൊക്കെ ചെയ്യണം? 1000 വെച്ച് ചെയ്യണം, 10,000 വെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് 10,000 വെച്ച് ചെയ്യാം. 1000 വെച്ച് ചെയ്യാം. അപ്പോൾ 1/11 = നമ്മൾ എന്ത് ചെയ്യാണ്? 1/11 × 1000 × 1/1000. ദാറ്റ് ഈസ് 1000/11 × 1/1000 എന്ന് വന്നു. നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 1000/11 എന്ന് പറഞ്ഞാൽ എന്ത് വരും നോക്കാം. ഇവിടെ ഇട്ടു. അപ്പോൾ നമുക്ക് ഈ 0 ഇങ്ങോട്ട് ഇറക്കി എഴുതാലോ. 0 ഇട്ടപ്പോൾ പോകുന്നില്ല. അപ്പം എന്ത് വന്നു? 90. അപ്പം 90 പിന്നെ 10, റിമൈൻഡർ 10, 11. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ അല്ലേ? ആൻസർ മായ്ക്കാണ് കേട്ടോ. therefore ഇതെന്ത് വന്നു? therefore 1/11 = 90 + 10/11 × എന്തായിരുന്നു? 1/1000. that is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 90/1000 + 10/11,000. 11,000ന്റെ 10 ഭാഗം അപ്പോഴും ചെറുതാണ് അല്ലേ? അപ്പം നമ്മൾ അതിനെ കളയും. ഏത് ചെയ്യും? 1/11. therefore എന്ത് വന്നു? 1/11 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90/1000. കാരണം എഴുതണം കേട്ടോ. 10/11,000 ഈസ് വെരി സ്മോൾ. എഴുതി വയ്ക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നില്ലേ? 0.090 എന്ന് കിട്ടി. ഇനി ഒരെണ്ണം കൂടി വെച്ച് ചെയ്യണം. ആര് വെച്ചിട്ടാണ്? 1000 വെച്ച് ചെയ്തു. ഇനി ആരും കൊണ്ട് ചെയ്യാം? 10,000 കൊണ്ട് ചെയ്യാം. therefore 1/11 = 1/11 × 10,000 × 1/10,000. that is 10,000/11 × 1/10,000 എന്ന് വന്നു. അപ്പോൾ 10,000/11 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 0 കൂടി കൊടുക്കാം. അപ്പോൾ ആ 0 കൂടി ഇവിടെ ഇറക്കി എഴുതാലോ. അപ്പോൾ എന്ത് വന്നു? 9 ടൈംസ് 99, ബാലൻസ് 1 എന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 909 + 1/11. ഇതാണ് അതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ. മക്കൾ ചെയ്തു നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇൻറ്റു ഇവിടെ എന്തുണ്ട്? 1/10,000 കൂടി ഉണ്ട്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 909/10,000
10,000 പ്ലസ് 1/11 ഇൻറ്റു 10,000. അപ്പം എന്ത് വരും? 1,10,000 എന്ന് വരും. Therefore, this equal to ഇതിൽ നോക്കിയാൽ 1,10,000ന്റെ ഒരു പീസ്. അപ്പം അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. ആര് വരും? Therefore, 1/11 approximately equal to ഇതിന്റെ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ 0. ഡെസിമൽ എടുക്കുമ്പോൾ എന്താവും? 0.0909. ഇതിന്റെ റീസൺ എന്താണ്? 1/1,10,000 ഈസ് വെരി സ്മോൾ. അതിന് അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചു. സോ ഫൈനൽ ആൻസർ എന്താണ്? Therefore 1/11 equal to 0.0909 etc. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കിട്ടിയ മക്കൾക്ക് ഈ 1/11ന്റെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താ? 2/11 3/11 ഒക്കെയാണ്. അതെല്ലാം ഇതേപോലെ തന്നെ ചെയ്യാം. എന്തുകൊണ്ട് തുടങ്ങണമെന്നേ ഉള്ളൂ? 100 കൊണ്ട് തുടങ്ങണം. എപ്പോഴും ഓർത്തോണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി 100 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 1000 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഭാഗം സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നിങ്ങൾ ചെയ്തോളില്ലേ, വെറുതെ ബോറടിപ്പിക്കണില്ല മിസ്. നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി അത് ചെയ്യാനേ നിങ്ങൾക്ക് എൻ്റെ സഹായം വേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പോൾ 4th ക്വസ്റ്റ്യൻ എടുക്കാം. എന്താ പറയണേ ഒന്ന് നോക്കിയേ നിങ്ങൾ. 4th ക്വസ്റ്റ്യൻ എന്താ പറയണേന്ന് ആ 4th ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. എന്താണ്? കുറച്ച് ഡെസിമൽസ് തന്നേക്കുന്നത് അല്ലേ? കുറച്ച് ഡെസിമൽസ് തന്നിട്ട് അവർ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുവാ നമ്മളോട്? അത് കൂട്ടുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്താ സ്ക്വയർ കാണുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഈ കണക്ക് സത്യത്തിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ സത്യത്തിൽ ഇന്നലെ നമ്മൾ ചെയ്ത ആ കണക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലത്തെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. നമ്മൾ ഇന്നലെ പഠിച്ച കണക്ക് എന്താ പറഞ്ഞേ? 0.4444 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനത്തെ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഒരേ സംഖ്യ തന്നെ ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞേ? 2 കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? അതിൻ്റെ ഡിനോമിനേറ്റർ 9 ആണ്. പിന്നത്തെ കാര്യം എന്താണ്? മുകളിൽ വരുന്ന നമ്പർ എന്തായിരിക്കും? ആ നോൺ ടെർമിനേറ്റിംഗ് ആയി പോകുന്ന നമ്പർ ഏതാണോ, അതായത് ഇപ്പോൾ 0.4444 എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 4/9 ആയിരിക്കും. 0.3333 എന്ന് പറഞ്ഞാൽ എന്താ? 3/9 ആയിരിക്കും. 0.5555 എന്ന് പറഞ്ഞാൽ എന്താ? 5/9 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ? മാത്രമല്ല അതെല്ലാം എന്തായിരിക്കും? 9നെ കഴിഞ്ഞും ചെറിയ 1 തൊട്ട് 8 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇത് ഓർത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനിയത്തെ കണക്ക് ചെയ്തു തുടങ്ങാൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് 1 നോക്കാം. 5 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഫസ്റ്റ് 1 എന്താ പറയണേ? 4th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് 0.111 എക്സെട്ര പ്ലസ് 0.222 എക്സെട്ര. ഇതെന്താണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ സമ്മ ചെയ്യുന്നതിൽ നമുക്കൊരു ഗുണമുണ്ട്. സമ്മ ചെയ്യുന്നതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൂട്ടിയാൽ നമുക്ക് കിട്ടും. അതായത് എന്താ? 0.111 എക്സെട്ര പ്ലസ് 0.222 എക്സെട്ര ഈക്വൽ ടു എന്താ? ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 333 എക്സെട്ര എന്ന് വരും. സമ്മ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഗുണമുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സമ്മ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. പക്ഷെ നമ്മൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിക്കുന്ന അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ 0.111 എക്സെട്ര എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ? ഇതാരാണ്? ഇങ്ങോരെ നമ്മൾ ഫ്രാക്ഷനിലാക്കുമ്പോൾ ഇങ്ങോരെ ആരാണ്? 1/9 ആണ്. ഇനി 0.222 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങോരെ ആരാ? 2/9 ആണ്. 2/9ഉം 1/9 സെയിം ഡിനോമിനേറ്റർ അല്ലേ? കൂട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ എന്താ? നീട്ടി വരച്ചിട്ട് താഴെ ഡിനോമിനേറ്റർ അങ്ങോട്ട് എഴുതാം, മുകളിലുള്ളവരെ തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്യാം. എന്ത് വന്നു? 3/9. 3/9ന്റെ ആൻസർ എന്താ? ബൈ 9 വന്നേക്കണേ. അപ്പൊ തന്നെ നമുക്കറിയാം എന്ത്? 0.333 എക്സെട്ര. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിക്കാം. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് സമ്മ് കാണാനാ. ആരുടെയാ? അടുത്ത 0.333 എക്സെട്ര പ്ലസ് 0.777 എക്സെട്ര. അപ്പൊ ഇവരെ നമ്മൾ ഇതേപോലെ തന്നെ മാറ്റുമ്പോൾ 333നെ മാറ്റുമ്പോൾ എന്ത് കിട്ടും? 3/9 എന്ന് കിട്ടും. ഇങ്ങോരെ മാറ്റുമ്പോൾ എന്ത് കിട്ടും? 7/9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ ഡിനോമിനേറ്റർ നീട്ടി വരച്ചു, 9 എന്ന് എഴുതി സെയിം ആണല്ലോ.
അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 9 എന്ന് എഴുതിയിട്ട് മുകളിലുള്ളവരെ തമ്മിൽ 3 + 7 എന്ത് ചെയ്തു? നമുക്ക് 10/9 എന്ന് എഴുതി. അച്ഛടാ 10/9 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചെറിയ നമ്പറിനല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുക. 8 വരെയുള്ളതിനെന്നാണ് പറഞ്ഞത്. അപ്പോൾ 8/9 വരെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരിട്ടൊക്കെ എഴുതി വയ്ക്കാം. ഇതാണ് നമ്മൾ ആലോചിക്കണം കേട്ടോ. ഇതിപ്പോൾ എന്താ 10/9 ആണ് വന്നിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കും. എന്ത് ചെയ്യും? നമ്മൾ 10/9 എങ്ങനെ എഴുതാം? 10 × 1/9 എന്ന് എഴുതാമല്ലോ നമുക്ക്. അപ്പം 10 × 1/9 എന്ന് എഴുതി. ഇനി 1/9 എന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്കറിയാം, എന്ത് 0.111 ആണ്. അപ്പോൾ 10 × 1/9 ഉത്തരം എഴുതാം. എന്താ? 0.111 etc. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്തിനേയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്? 10, 100, 1000 ഒക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 0 ഉണ്ടോ അത്രയും പോയിന്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നീക്കണം. ഡിവൈഡ് ചെയ്യുമ്പോഴോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 0.111 എന്നുള്ളത് എന്താവും? ഒരു പോയിന്റ് അങ്ങോട്ട് നീങ്ങും. അപ്പോൾ എന്തായി മാറും? 1.111 etc. അപ്പോൾ ഈ 0 ഇവിടെ ആവശ്യമുണ്ടോ? ഇനി ഈ 0 ഇവിടെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 1 പോയിന്റ് എന്നായാലും. അപ്പോൾ 1.11 etc. ആണ് കിട്ടി. അപ്പോൾ അതാണ് എന്തിൻ്റെ ആൻസർ? 10/9. അപ്പോൾ 0.333 + 0.777 etc. = 1.111 etc. അപ്പോൾ 20/9 എന്നോ അങ്ങനത്തെ ഏത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് 10നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് 2/9 എന്ന് എഴുതിയിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. എളുപ്പമല്ലേ? അപ്പം ഇനി നോക്കാം, മൂന്നാമത്തെ കണക്കിലേക്ക് വരാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ആണ് 0. തേർഡ് ക്വസ്റ്റ്യൻ 0.333 × 0 എക്സെട്ര ഉണ്ട് കേട്ടോ, എക്സെട്ര മറക്കരുത്, × 0.666 etc. ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? 0.333 എന്നാണെങ്കിൽ അതിനെ എന്ത് എഴുതാം? നമുക്ക് 3/9 എന്ന് എഴുതാം. × 666 എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഫ്രാക്ഷൻ എന്താ? 6/9 എന്നാക്കാം. അപ്പം ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പം ഇതെന്തായി മാറും? ഇൻറ്റു ആണ് കേട്ടോ. ഇൻറ്റു ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. കൂട്ടുമ്പോഴാണ് നമ്മൾ നേരെ നീട്ടി വരച്ചിട്ട് 9 എന്ന് എഴുതണം. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. ചുരുക്കി പറഞ്ഞത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 18/81 എന്ന് വരും. നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യണില്ല. നമ്മുടെ ഉദ്ദേശം എന്താ? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണക്ക് ചെയ്യണം അല്ലേ? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കിട്ടണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നീങ്ങാം. അപ്പം നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? 3/9 നമുക്ക് ചെറുതാക്കി കൂടെ? അതുപോലെ 6/9 നമുക്ക് ചെറുതാക്കാൻ പറ്റില്ലേ? ഏത് വെച്ചിട്ട്? 3യുടെ സഹായത്തോടുകൂടി ചെറുതാക്കാം. അതുകൊണ്ട് നമ്മൾ നേരിട്ട് പ്രൊഡക്റ്റിലേക്കല്ല പോണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും ചെറുതാക്കാം കേട്ടോ. പക്ഷെ പണി കൂടുതലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ 3 വെച്ച് വെട്ടുമ്പോൾ എന്ത് വരും? 3 1 ടൈംസ്, താഴെ 3 ടൈംസ്, മുകളിൽ 3 വെച്ച് വെട്ടും. ഇതിനെ 3 വെച്ച് വെട്ടുമ്പോഴോ 2, 3. അപ്പം ഇപ്പം എന്ത് വന്നു? 1/3 × 2/3. 1/3 × 2/3 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്താണ്? 1 × 2. താഴെ 3നെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആൻസർ എന്ത് വന്നു? 2/9. 2/9ൻ്റെ ആൻസർ നമുക്കറിയാമല്ലോ. എന്താ അത്? 0.222 etc. മനസ്സിലായോ മക്കൾക്ക്? എളുപ്പല്ലേ? ഓക്കെ, ഇനി അടുത്ത കണക്കിലേക്ക് വരാം. നോക്കിയേ, 0.333യുടെ സ്ക്വയറാണ് ചോദിച്ചിരിക്കണേ കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ. നിങ്ങൾ ബ്ലാക്ക് തന്നെ കണ്ടു മടുത്താം, വേറെ കളർ എടുക്കാം. 0.333 എക്സെട്രയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.333 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എന്ത് വരും? 3/9 എന്ന് വരും അല്ലേ? 3/9ൻ്റെ സ്ക്വയർ. അപ്പോൾ 3/9 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ചെറുതാക്കാമല്ലോ. 3/9 നമുക്ക് 1/3 എന്നാക്കാം. അപ്പോൾ 1/3യുടെ സ്ക്വയർ. കാരണം എന്താ? അല്ലാണ്ട് നമ്മൾ സ്ക്വയർ ചെയ്താൽ ഇതുപോലെ നേരത്തെ പോലെ തന്നെ /81 എന്ന് വരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഡിനോമിനേറ്റർ 9 വരണമെന്ന ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 3നെ വെച്ച് വെട്ടി. അപ്പോൾ 1/3 എന്ന് വന്നു. 1/3യുടെ സ്ക്വയർ. 1/3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 1/3 × 1/3. മുകളിൽ താഴെ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. 1/3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 1/2/3². അങ്ങനെ ആലോചിച്ചാലും മതി. അല്ലെങ്കിൽ 1/3നെ 2 തവണ മൾട്ടിപ്ലൈ എങ്ങനെ ആലോചിച്ചാലും ഉത്തരം സെയിം തന്നെ വരും. എന്ത് വരും? 1/3
9. 1/9ന്റെ ആൻസർ നമ്മൾക്ക് അറിയാം എന്താണത് 0.111 എക്സെട്ര. അപ്പൊ അതിൻ്റെയും കിട്ടി, നാലാമത്തിൻ്റെ കിട്ടി. ഇനി ഒരെണ്ണം കൂടി അല്ലേ ഉള്ളൂ, അഞ്ചാമത്തെ കണക്ക്. എന്താണ്? അതൊരു റൂട്ട് കാണുന്നത്. റൂട്ട് കാണും. 4th ക്വസ്റ്റ്യൻ്റെ 5th പാർട്ട് എന്താണ്? 0.444 ഇതിൻ്റെ സ്ക്വയർ അല്ല, സ്ക്വയർ അല്ല, റൂട്ട് അല്ലേ. റൂട്ട് ഓഫ് 0.444 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് നമുക്കറിയാം 444 എന്ന് പറഞ്ഞാൽ ആരാണ്? 4/9. ഓക്കെ, വെരി ഗുഡ്. 4/9 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ റൂട്ട് കാണാൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? റൂട്ട് ഓഫ് 4/√9. രണ്ടുപേരുടെയും റൂട്ട് കാണുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് മാത്രമായിട്ട് റൂട്ട് കൊടുക്കരുത്, മറ്റാൾക്ക് സങ്കടം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 2/3 എന്ന് വന്നു. 2/3 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സങ്കടപ്പെടാൻ പാടില്ല. എന്ത് ചെയ്യണം? നമുക്കിതിനെ 9 ആക്കണം. 9 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും താഴെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ, നമുക്ക് ഇതിനെ 9 ആക്കണം. അപ്പം നമ്മൾ 2/3 ഇൻറ്റു 3 താഴെ ചെയ്തു. അപ്പം താഴെ മാത്രം ചെയ്താൽ പറ്റുമോ? മുകളിലും ചെയ്യണം. അപ്പം എന്ത് വന്നു? 6/9 എന്ന് വന്നു. ദാറ്റ് ഈസ് 6/9 എന്ന് വെച്ചാൽ ആൻസർ എന്താ? 0.666 എക്സെട്ര. ഓക്കെ, ഇങ്ങനെയാണ് ഇങ്ങനത്തെ കണക്കുകൾ ചെയ്യണേ. മനസ്സിലായി എന്ന് വിചാരിക്കണോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാം. താങ്ക് യു.